ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നാളെയാണ്, അതായത് നാളെ 29-ാം തീയതി നാളെയാണ് നമുക്ക് ഈ ഒരു DHS JPHN അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. അപ്പോൾ നാളെ വൈകുന്നേരത്തിനുള്ളിൽ എല്ലാവരും തന്നെ അപേക്ഷിക്കുക. ഇതുവരെ അപേക്ഷിക്കാത്തവർ, അപ്പോൾ JPHൻ്റെ ലാസ്റ്റ് തീയതി നാളെയാണ്, DHSൻ്റെ അവസാന തീയതി. അതുപോലെ നിങ്ങൾ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് DHS ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാറ്റഗറി ഓപ്പൺ കോട്ട അല്ലാത്തവർക്കും കൂടെ വേറൊരു കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ പറ്റും. സോ എല്ലാവരും അപേക്ഷിക്കുക. ഇന്ന് നമുക്ക് കുറച്ച് JPHN റിലേറ്റഡ് ആയിട്ടുള്ള, സ്റ്റാഫ് നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ നോക്കാം. റീജിയണൽ ഫൈലേറിയ ട്രെയിനിങ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ സിറ്റുവേറ്റഡ് ഇൻ കേരള, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫൈലേറിയ ട്രെയിനിങ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്നുള്ളത് കോഴിക്കോടാണുള്ളത്. അപ്പോൾ നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ, ഫൈലേറിയ ഡിസീസ് കൺട്രോൾ, നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ. ഫൈലേറിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എലിഫൻറ്റിയാസിസ് എന്നുള്ള രോഗമാണ്, നമുക്ക് മന്ത് എന്ന് അറിയപ്പെടുന്ന രോഗമാണ് എലിഫൻറ്റിയാസിസ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ വരുന്നത് കോഴിക്കോടാണ് കേട്ടോ. ലിംഫറ്റിക് ഫൈലേറിയാസിസ് എന്ന് വിളിക്കും, ലിംഫറ്റിക് ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫൻറ്റിയാസിസ്. ഇത് കൊതുക് പരത്തുന്ന രോഗമാണ്. കൊതുക് അതിൻ്റെ ശരീരത്തിൽ ലാർവ നമ്മുടെ ബോഡിയിലേക്ക് അത് കൺവെർട്ട് ചെയ്യുന്നു. അപ്പോൾ ക്യൂലക്സ്, അനോഫിലസ്, ഈഡിസ്, ഈജിപ്തി തുടങ്ങിയിട്ടുള്ള കൊതുക് വർഗ്ഗങ്ങളെല്ലാം തന്നെ പരത്തുന്ന രോഗമാണ് ഫൈലേറിയ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഇതിൻ്റെ ഓർഗാനിസത്തിൻ്റെ പേര് വുച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്നുള്ളതാണ്. 90% ഈ ഒരു ഫൈലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് വുച്ചറേറിയ ബാൻക്രോഫ്റ്റി എന്നുള്ള ഒരു ഓർഗാനിസമാണ് 90% ഓഫ് ദ ഫൈലേറിയ കേട്ടോ. അതുപോലെ ഇതൊരു വേം, റൗണ്ട് വേം ആയിട്ടുള്ള നെമറ്റോഡ് വേം എന്നുള്ള വേമാണ് നമ്മുടെ ശരീരത്തിൽ വളരുന്നത്, ഈ ഒരു ഫൈലേറിയാസിന് കാരണമാകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് അറിഞ്ഞോളുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ കൂടെ നമ്മളൊരു കാര്യം, അനാട്ടമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ബ്രെയിൻ എന്നുള്ളത്, സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ അതിൽ നിന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അനാട്ടമി ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അനാട്ടമി നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്കൊരു ഒരു ഫോട്ടോ ജസ്റ്റ് കാണിക്കാം. നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗം, ഇതിപ്പോൾ നമ്മൾക്ക് JPHN JHI ആളുകൾക്ക്, കുറച്ച് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് പഠിക്കുന്നവർ കുറച്ചൊക്കെ ഇതിനെപ്പറ്റി അറിവുള്ളവരുണ്ടാകാം. ഈ JPHN JHI അനാട്ടമി ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കുക. ഈ സെറിബ്രം എന്നുള്ളത് ലാർജസ്റ്റ് പാർട്ടാണ്. ഈ സെറിബ്രത്തിലുള്ള ലോബ്സ് ആണ് ഫ്രോണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്. അങ്ങനെ 4 ലോബ്സുകളുണ്ട്. ഏറ്റവും ബിഗസ്റ്റ് ലോബ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടൽ ലോബാണ്. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സെൻട്രൽ ഒരു കട്ടുണ്ട്. നമുക്കിവിടെ ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്, ഇവിടെ റൈറ്റ് ബ്രെയിൻ ഉണ്ട്. ഇപ്പോൾ റൈറ്റ് ഹാൻഡഡ് ഇൻഡിവിജ്വൽസിൻ്റെ ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഹെമിസ്ഫിയർ എന്നാണ് പറയുക, റൈറ്റ് ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ഇതിൻ്റെ രണ്ടിനെയും ഈ തരംതിരിക്കുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് കോർപ്പസ് കലോസം. ചിലപ്പോൾ ചോദിക്കാം, സോ വാട്ട് ഈസ് കോർപ്പസ് കലോസം? സോ കോർപ്പസ് കലോസം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ റിങ്കിൾഡ് ആയിട്ടുള്ള പാർട്ട് കണ്ടില്ലേ, ഇങ്ങനെ റിങ്കിൾഡ് പല ഇങ്ങനെ ചെറിയ റിങ്കിളായിട്ട് നമ്മുടെ ബ്രെയിൻ, തലച്ചോറ്, അങ്ങനെ റിങ്കിൾഡ് ആയിട്ടുള്ള പാർട്ടിൻ്റെ പേരാണ് ഗൈറി എന്നുള്ളത് കേട്ടോ. ഗൈറി, വാട്ട് ഈസ് ഗൈറി? സോ ദാറ്റ് ഈസ് ദ ഔട്ട്സൈഡ് റിങ്കിൾഡ് ഫോൾഡഡ് അപ്പിയറൻസ് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. സോ ഫോൾഡ് ആയിട്ട് കാണുന്ന, ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഗൈറി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബ്രം. സോ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്ന് ചോദിച്ചാൽ സെറിബ്രം ആണ്. സെറിബ്രം എന്ന് പറയുന്നത് ഈ 2 ഹെമിസ്ഫിയറും ഉണ്ട്, ഈ 2 ഹെമിസ്ഫിയറും ഉണ്ട്. 2 ഹെമിസ്ഫിയേഴ്സ്, തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് ബേസൽ ഗാംഗ്ലിയ. സോ തലാമസ് ഉണ്ട്, ഇവിടെ പിക്ചറിൽ കാണുന്നില്ല. തലാമസ്, ഹൈപ്പോതലാമസ്, ബേസൽ ഗാംഗ്ലിയ. സോ തലാമസ്, ഹൈപ്പോതലാമസ്, ബേസൽ ഗാംഗ്ലിയ, ഇത് 3ഉം ചേർന്നാണ് സെറിബ്രം, ഏറ്റവും വലിയ പാർട്ട്. രണ്ടാമത്തെ പാർട്ടാണ് സെറിബെല്ലം. സോ വാട്ട് ഈസ് ദ സെക്കൻഡ് പാർട്ട്? സെറിബെല്ലം. സെറിബെല്ലം ലൊക്കേറ്റഡ് അണ്ടർ ദ സെറിബ്രം. ഈ സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് കണ്ടില്ലേ ഈ സെറിബെല്ലം എന്നുള്ള പാർട്ട്, ഈ സെറിബ്രത്തിൻ്റെ താഴെയായിട്ടാണ് സെറിബെല്ലം. ബിഹൈൻഡ് ദ ബ്രെയിൻ സ്റ്റം,
ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ പുറകിലായിട്ടാണ് ഈ സെറിബെല്ലം എന്നുള്ള പാർട്ട് കേട്ടോ. ഓക്കെ, അതിന് താഴെയായിട്ട് സ്പൈനൽ കോഡ്, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല കൂടിയ പാർട്ടാണ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിൽ എന്തൊക്കെയാണുള്ളത്? മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല. ഏതൊക്കെയാണ്? മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല. മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഓബ്ലാങ്കറ്റ ഇല്ലേ, അതൊക്കെ വരുന്നത് ബ്രെയിൻ സ്റ്റെമ്മിലാണ്. സോ അങ്ങനെ 3 പാർട്ടാണ് മെയിനായിട്ടുള്ളത്: സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ഫ്രോണ്ടൽ, ഇപ്പം ഓരോ ലോബ് ഉണ്ടെന്ന് പറഞ്ഞു. ലാർജസ്റ്റ് ലോബ് ഫ്രോണ്ടൽ ലോബാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മെമ്മറി, ഇതെല്ലാം ഫ്രോണ്ടൽ ലോബിലാണ്. ഓക്കെ, എന്തൊക്കെയാണ്? നമ്മുടെ കോൺസെൻട്രേഷൻ, നിങ്ങളിപ്പോൾ ഇത് കാണുന്നു, ഈ വീഡിയോ കാണുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങളുടെ മെമ്മറി, നിങ്ങളുടെ മോട്ടോർ ഫങ്ഷൻ, നിങ്ങൾ നടക്കുന്നു, നിങ്ങൾ കൈകൊണ്ട് ചായ കുടിക്കുന്നു, പേഴ്സണാലിറ്റി, ഇതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫ്രോണ്ടൽ ലോബ് കേട്ടോ. ഫ്രോണ്ടൽ ലോബാണ് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അബ്സ്ട്രാക്ട് തോട്ട് എന്ന് പറയും, ഇൻഫർമേഷൻ, അതിൻ്റെയൊക്കെ സ്റ്റോറേജ് ഫ്രോണ്ടൽ ലോബിലാണ്. ബ്രോക്കാസ് ഏരിയ, പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്. സോ ബ്രോക്കാസ് ഏരിയ എവിടെയാണെന്ന് ചോദിച്ചാൽ ഫ്രോണ്ടൽ ലോബിലാണ്. സോ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് എവിടെ നിന്നാണ് വരുന്നത്? ബ്രോക്കാസ് ഏരിയയിലാണ്. എന്താണ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് വരുന്നത്? ബ്രോക്കാസ് ഏരിയയിലാണ്. ഇനി പറൈറ്റൽ ഏരിയ കണ്ടില്ലേ? പറൈറ്റൽ ലോബ്, സെൻസറി കോർട്ടക്സ് പ്രസൻറ്റ് ഇൻ ദിസ് ലോബ്. സോ നമ്മുടെ ഈ അവയർനെസ്, നമ്മുടെ ബോഡി ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ള അവയർനെസ്, നമ്മുടെ അവയർനെസ് നമുക്ക്, അതുപോലെ നമ്മുടെ സ്പേസ്, നമ്മുടെ ബോഡി, നമ്മുടെ ഈ സ്പേസ്, ഓറിയൻറ്റേഷൻ, ഇതെല്ലാം നമുക്ക് അറിയുന്നത് ഈ പറൈറ്റൽ ലോബിൽ നിന്നാണ് കേട്ടോ. പറൈറ്റൽ ലോബ് ഈസ് ഫേമസ് ഫോർ ഹെൽപ്പിംഗ് അവർ അവയർനെസ് ആൻഡ് ഓറിയൻറ്റേഷൻ ഇൻ ദ സ്പേസ്. ടെമ്പോറൽ ലോബ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി ആണ്. ഓഡിറ്ററി റിസപ്റ്റീവ് ഏരിയ എവിടെയാണെന്ന് ചോദിച്ചാൽ ടെമ്പോറൽ ലോബിലാണ്. ചിലപ്പോൾ ചോദിക്കാം ഓഡിറ്ററി റിസപ്റ്റീവ് ഏരിയ എവിടെയാണെന്ന് ചോദിക്കാം. JPHN, JHI പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റാഫ് നേഴ്സ് ശ്രദ്ധിക്കുക, ടെമ്പോറൽ ലോബിലാണ്. വെർണിക്സ് ഏരിയ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, വെർണിക്സ് ഏരിയ എവിടെയാണെന്ന് ചോദിക്കാം. വെർണിക്സ് ഏരിയ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എവിടെയാണ്? ടെമ്പോറൽ ലോബിലാണ്. സോ വെർണിക്സ് ഏരിയ ടെമ്പോറൽ ലോബിലാണ്. ബ്രോക്കാസ് ഏരിയ, സ്പീച്ച് പ്രൊഡക്ഷൻ ഏരിയ, ഫ്രോണ്ടൽ ലോബിലാണ്. അതുപോലെ വെർണിക്സ് ഏരിയ, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എവിടെയാണ്? ടെമ്പോറൽ ലോബിലാണ് വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഭാഷ സംസാരിക്കുന്നു, അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് ടെമ്പോറൽ ലോബിലാണ്. ഓഡിറ്ററി റിസപ്റ്റീവ് ഏരിയ എന്ന് പറയും. ഇനി ഓക്സിപിറ്റൽ ലോബാണ്. ഓക്സിപിറ്റൽ ലോബ് പുറകിലുള്ള ലോബാണ്. വിഷ്വൽ, നമ്മുടെ കാഴ്ചകളുടെയൊക്കെ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഓക്സിപിറ്റൽ ലോബിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞത്. ഫൈലേറിയസിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞു, പിന്നെ കുറച്ച് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ ആപ്പിൽ എടുക്കുന്നത്, നേഴ്സ് ക്വീൻ ആപ്പിൽ എടുക്കുന്നത്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഞാൻ പടമൊക്കെ കാണിച്ച് വരച്ച് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു തരും. ഇതിൻ്റെ മോഡൽ വീഡിയോകൾ നമ്മുടെ നേഴ്സ് ക്വീൻ ആപ്പിൽ അവൈലബിൾ ആണ്. JPHN, JHI സ്റ്റാഫ് നേഴ്സിൻ്റെ മോഡൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നേഴ്സ് ക്വീൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾ ഇതൊരു മോഡൽ വീഡിയോ ആക്കി എടുത്തോളൂ, കുഴപ്പമില്ല. നിങ്ങൾ ഇത് ഒരു മോഡൽ ക്ലാസ് ആക്കി എടുത്തോളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേഴ്സ് ക്വീൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും JPHൻ്റെ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഏകദേശം ഒരു 30 ക്ലാസ്സുകൾ, അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്ലാസ്സിലും ഒരു 30 ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് പഠിക്കേണ്ടി വരും. ബാക്കി ഇനി എക്സാം വരെയുള്ള വീഡിയോകളും കിട്ടും, ലൈവ് ക്ലാസ്സുകളും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്കിപ്പം ഇത്രയും ഫീസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഫീസ് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിനുള്ള വാല്യൂ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കിയിട്ട് മാത്രം ഈ നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് റീഫണ്ടബിൾ അല്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ, നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വർത്താണോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 3 മോഡൽ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. വേറൊരു മാഡം ക്ലാസ് എടുക്കുന്നുണ്ട്, ആ മാഡത്തിൻ്റെയും ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നോക്കുക, ക്ലാസ്സുകൾ വർത്താണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. ആരെയും നിർബന്ധിക്കുന്നില്ല ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് പിന്നെ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അക്കാരണത്താലാണ് ഞാൻ ഈ ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഉപകാരമാകും. അതുപോലെ നമ്മൾ നേഴ്സ് ക്വീൻ യൂട്യൂബ് ചാനലിലും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക്
ആപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കൂടി നേഴ്സ് ക്യൂൻ ആപ്പിലെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്, യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.